നമസ്കാരം. പ്രധാന വാർത്തകൾ. വടക്കൻ കേരളത്തിൽ നാളെ വരെ ശക്തമായ മഴ. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രവചിക്കുന്നത്. അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മഴയിൽ മുങ്ങി രാജ്യതലസ്ഥാനം. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ 6 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ഡൽഹിയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. വെള്ളിയാഴ്ച രാവിലെയാണ് ഡൽഹിയിൽ ശക്തമായ മഴ തുടങ്ങിയത്. അതിശക്തമായ മഴയിൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു. ചൊവ്വാഴ്ച വരെ ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചെന്ന് അധികൃതർ പറഞ്ഞു. വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. മാൻ കി ബാത്ത് ഇന്ന് പുനരാരംഭിക്കും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ സംരക്ഷണ പരിപാടിയായ മാൻ കി ബാത്ത് ഇന്നു മുതൽ പുനരാരംഭിക്കുന്നു. 4 മാസങ്ങൾക്ക് ശേഷം 111-ാം പതിപ്പ് ഇന്ന് നടക്കും. ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ BJP നേതാക്കൾ മാൻ കി ബാത്ത് പരിപാടി കേൾക്കും. കർണാടക യൂണിയൻ ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, വീരേന്ദ്ര സച്ദേവ, ബൻസൂരി സ്വരാജ് എന്നിവർ പരിപാടി കേൾക്കും. ആകാശവാണിയുടെ 500-ലധികം പ്രക്ഷേപണ കേന്ദ്രങ്ങളിലാണ് മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം നടക്കുന്നത്. 22 ഇന്ത്യൻ ഭാഷകൾക്കും 29 ഉപഭാഷകൾക്കും പുറമെ 11 വിദേശ ഭാഷകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച്, ചൈനീസ്, ഇന്തോനേഷ്യൻ, ടിബറ്റൻ, ബർമീസ്, ബലൂജി, അറബിക്, പഷ്തു, പേർഷ്യൻ, ധാരി, സ്വാഹിലി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. TP വധക്കേസ്. KK രമയുടെ മൊഴിയെടുത്ത SIക്കും സ്ഥലമാറ്റം. നടപടി ശിക്ഷാ ഇളവ് നീക്കം വിവാദമായതോടെ KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്കാണ് സ്ഥലം മാറ്റിയത്. ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു KK രമയുടെ മൊഴിയെടുത്തത്. TP ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷ ഇളവ് നൽകി ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു സർക്കാർ നീക്കം. എന്നാൽ TP വധക്കേസിൽ നേരിട്ട് പങ്കാളികളായ TK രജീഷ്, അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കം വിവാദമായി മാറിയിരുന്നു. 20 വർഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കുകയായിരുന്നു സർക്കാരിന്റെ വഴിവിട്ട നീക്കം. സംഭവം വിവാദമായതോടെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ദിവസം സർക്കാർ നടപടിയെടുത്തിരുന്നു. പിന്നാലെയാണ് KK രമയുടെ മൊഴിയെടുത്ത ASIക്കും സ്ഥലമാറ്റം. 2020-ൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സൂപ്പർ താരം കോഹ്ലി. പിന്നാലെ രോഹിത്തും. 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലി. ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടായത്. അടുത്ത തലമുറ ഏറ്റെടുക്കേണ്ട സമയമാണിതെന്ന് കോഹ്ലി പ്രതികരിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കലാശപ്പോരിൽ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോഹ്ലിയായിരുന്നു. അതേസമയം വിരാട് കോഹ്ലിക്ക് പിന്നാലെ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത് ശർമ്മയും രംഗത്തെത്തി. ക്യാപ്റ്റനായി ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് രോഹിത്തിന്റെ പടിയിറക്കം. ഏകദിന ലോകകപ്പിലും ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ ഫൈനലിലേക്ക് നയിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ഇനി മുതൽ ഇന്ത്യൻ ടീമിനെ നയിക്കുക.